എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ബട്ടർ നാനിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. പിന്നെ ഈ നാൻ ചിക്കൻ കറിയുടെ കൂടെയും മട്ടൻ കറിയുടെ കൂടെയും വെജിറ്റബിൾ കറിയുടെ കൂടെയും എല്ലാം കഴിക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഭുവനേശ്വറിലാണ് നമ്മൾ ഉള്ളത്. പക്ഷേ ഇവിടെ ഓണത്തിന് അധികം ആഘോഷങ്ങളൊന്നുമില്ല. ഇവിടെ ഹോളി, ദീപാവലി, രക്ഷാബന്ധൻ ഇതൊക്കെയാണ് ആഘോഷങ്ങൾ. അപ്പോൾ നമ്മൾക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 3 ടേബിൾ സ്പൂൺ ഓയിൽ, 1/2 കപ്പ് പാല്. ഇതെല്ലാം ഇട്ട് നന്നായി കുഴച്ചെടുക്കണം. ഇത് നന്നായി കുഴച്ച ശേഷം 10 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇത് നല്ല സോഫ്റ്റ് ആകുന്നത് വരെ നമുക്ക് കുഴച്ചെടുക്കാം. പാല് കുറച്ചായി ആണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അങ്ങനെ ഇത് നന്നായി കുഴഞ്ഞു വരുന്നുണ്ട്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് വേണ്ടത്. അതുകൊണ്ട് നല്ലോണം നമ്മൾ ഇങ്ങനെ കുഴച്ചെടുക്കണം. ഇത് വെജിറ്റബിൾ കറിയുടെ കൂടെയും ചിക്കൻ കറി, മുട്ടക്കറി ഇതിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളതാണ്. ഞാനെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അങ്ങനെ ഇത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് 10 മിനിറ്റ് വെക്കണം. നമുക്ക് മൂടി വെക്കാം. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഉരുട്ടിയെടുക്കാം. കുറച്ച് വലിപ്പത്തിലാണ് ഉരുട്ടേണ്ടത്. ഇതേപോലെ നന്നായി ഉരുട്ടി കൊടുക്കാം. ഇനി ഇത് എല്ലാം ഇതേപോലെ ചെയ്തെടുക്കാം. ഇനി ഇത് കഴിഞ്ഞ് പിന്നെയും 10 മിനിറ്റ് വെക്കണം. അങ്ങനെ ഇതെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് പരത്തിയെടുക്കാം. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഓരോന്നായി പരത്തിയെടുക്കാം. ഇനി കുറച്ച് പൊടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് പരത്തിയെടുക്കാം. ഇതേപോലെ 2 സൈഡിലും പൊടി ഇതേപോലെ ആക്കി കൊടുക്കണം. എന്നിട്ട് ഇത് അധികം പൊടി വേണ്ട, കുറച്ച് മതി. എന്നിട്ട് ഇതേപോലെ പരത്തണം. അങ്ങനെ ഇതെല്ലാം ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇത് പാൻ നന്നായി ചൂടാക്കണം, എന്നാലേ ഇത് കുറച്ച് കറുപ്പ് നിറമായി വരികയുള്ളൂ. ഇത് ഒരു ഭാഗമായാൽ മറിച്ചിടണം. ഇത് നല്ല ഹൈ ഫ്ലെയിമിലാണ് നിങ്ങൾ വെച്ച് കൊടുക്കേണ്ടത്, എന്നാലും കരിഞ്ഞു പോകരുത്. ഇടയ്ക്കിടെ ഒന്ന് നോക്കണം. ഇനി ഇത് ഒന്ന് നമുക്ക് മറിച്ചിടാം. എന്നിട്ട് ഇതേപോലെ ആക്കി കൊടുക്കണം. അങ്ങനെ ഒന്നാമത്തേത് റെഡിയായിട്ടുണ്ട്. ഇനി അടുത്തതും ഇതേപോലെ ചെയ്തെടുക്കാം. ഈ ഒരു ഷേപ്പിലാണ് ഇത് വേണ്ടത്. അങ്ങനെ നമ്മുടെ ബട്ടർ നാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ബട്ടർ പുരട്ടി കൊടുക്കണം. ഇതേപോലെ പുരട്ടി കൊടുക്കാം. ഇത് പരത്തുമ്പോൾ അധികം നേരിയതായിട്ട് പരത്തരുത്, കുറച്ച് കട്ടി വേണം. ഇതെല്ലാ സ്ഥലത്തും ഇതേപോലെ ആക്കി കൊടുക്കാം. അങ്ങനെ എല്ലാം ഇതേപോലെ ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ നാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കാണാൻ തന്നെ നല്ല സ്റ്റൈലുണ്ട്. നിങ്ങൾ ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.